മക്കത്തെത്തിയിട്ട് മക്കയിലൊരു ഫോട്ടോ നിങ്ങൾ കാണേണ്ടതാണ്. വലിയ വലിയ മലകളൊക്കെ വരുന്നുണ്ട്. മലകളൊക്കെ ഉണ്ട്. നല്ല മലകളാണ് മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടരുണ്ട്. മക്കൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇടും. പിന്നെ വലിയ വലിയ പാറകൾ കണ്ടില്ലേ ഗൈസ്? വലിയ വലിയ പാറകളാണ് ഇത്. വലിയ വലിയ പാറകൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നു. കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പോകുന്നതാണ്. ഇപ്പം നമ്മൾ ബസ്സിലാണ് ഇരിക്കുന്നത് ഗൈസ്. ബസ്സിലാണ് നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്. ഞാനും ബസ്സിൽ തന്നെയാണ്. മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇൻഷാ അല്ലാഹ് സൗദി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1 മണിക്ക് മീഖാത്തിലെത്തും. അവിടുന്ന് നേരെ 1 മണിക്ക് മീഖാത്തിലെത്തിയിട്ട് പിന്നെ നമ്മൾ തവാഫിന് പോകും. പിന്നെ സഅയ് ചെയ്യും. തവാഫ് കഴിഞ്ഞിട്ട് സഅയ് ചെയ്യും. പിന്നെ രണ്ടാമതൊരു തവാഫുണ്ട്. അത് കഴിഞ്ഞിട്ട് 8:30ക്ക് നമ്മൾ ബസ് മദീനയിലേക്ക് വിടും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബദറിൽ ഉഹുദിൽ ഒക്കെ കയറി പിന്നെ മദീനയിലേക്ക് നേരെ വിടും. പിന്നെ രാവിലെ മദീനത്തെത്തും. അവിടുന്ന് ഫുഡ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കണ്ട വയസ്സ് കുറേ മലകൾ. ഞാനിപ്പം ഉള്ളത് ഇവിടെ നമുക്ക് അൽറാസ് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അൽറാസ് ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അൽറാസ് കഴിഞ്ഞിട്ട് ഒരു 60 കിലോമീറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരിന്ന് നമുക്കിങ്ങനെ ശരിക്കുണ്ട്. അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. അപ്പോൾ അതാകണ്ട ഗൈസ് നമ്മൾ മരുഭൂമിയിലൂടെ കൂടെ പോവുകയാണ്. കുറേ മലകൾ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പോയെന്നാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കത്തേക്കുള്ള യാത്രയാണ് ഗൈസ്. മക്കത്തേക്ക് ഇറങ്ങിയിട്ട് ആകെ ഒരു 2 മണിക്കൂറായിട്ടുള്ളൂ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂറായിട്ടുണ്ടാവും ഇറങ്ങിയിട്ട്. അങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നത്. അവിടെ കുറേ ദൂരത്തൊരു മലയുണ്ട്. ചെറുതായിട്ടൊരു മിന്നി പോലെ കാണുന്നില്ലേ? അതാണ് മല. അവിടെയും മല ഉണ്ട്. കുറേ മലകളാണ്. കൂടുതലും ഇവിടെ ഉള്ളത് മലകളാണ്. മല ഇവിടെയല്ല, കുറച്ച് കഴിഞ്ഞിട്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഇപ്പം ഇത് വന്ന് ഒരു കാര്യം ഉസ്താദ് പറഞ്ഞ് മഗ്‌രിബും ഇശാം കൂടും ജമ്മാക്കി നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞു.